ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന് പറയുന്ന പീക്ക്, ഐ റിപ്പീറ്റ് പീക്ക് പടം കണ്ടു. ഒന്നും രക്ഷയില്ല, മാരക ഐറ്റം. മമ്മൂക്ക എടുത്തു പറയണം, മമ്മൂക്കയൊക്കെ എങ്ങനെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, സത്യം ആ ഞെട്ടൽ ഇപ്പോഴും മാറണില്ല, മനസ്സിലായ? ഈ മനുഷ്യൻ എന്തടേ ആ ജീവിക്കുകയാണ് കേട്ടോ, എന്ത് പെർഫോമൻസ് ഡേ. നടികർ, രാക്ഷസ നടി, കഴിഞ്ഞാട്ടം, മമ്മൂക്ക പടം. ഓക്കെ, എന്ന് പറഞ്ഞാൽ വിനായകനെ തള്ളിപ്പറയില്ല, ആ മനുഷ്യനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എനിക്ക് ഒരുപടി മേളിൽ ഇഷ്ടപ്പെട്ട മമ്മൂക്ക തന്നെയാണ്. അവസാനം വിനായകൻ ഞെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അവസാനം ഒരു കുറെ സീനുണ്ട്, അതിൽ വിനായകൻ നല്ല പൊളപ്പനായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് ആ മനുഷ്യൻ, വിനായകൻ കേട്ടോ. പിന്നെ മമ്മൂക്ക ഷോ, അത്രേ ഉള്ളൂ. എല്ലാവരും കൂടെ ഈ മനുഷ്യനെ കളിയാക്കിയിട്ടുണ്ടല്ലോ, 2 പടം പൊട്ടിയനും അവർക്കിട്ടൊരു കൊട്ട് കൊടുക്കണം. ഞാൻ ലാലേട്ടൻ ഫാനാണ്, മനസ്സിലായ? ഞാൻ കട്ട ലാലേട്ടൻ ഫാനാണ്. പക്ഷേ ക്രിയേറ്റേഴ്സ് അമ്മമാർക്കിട്ടൊരു കൊട്ട് കൊടുക്കണം, മനസ്സിലായ? മനുഷ്യൻ ഇവിടെ തന്നെ ഉണ്ട്. നീയൊക്കെ മമ്മൂക്ക എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ നീയൊക്കെ കുറേ എണ്ണം ട്രോളിയിട്ടുണ്ടല്ലോ മമ്മൂക്കനെ. നീ ടിക്കറ്റ് എടുത്ത് പോയി കളങ്കാവിലൊന്ന് കണ്ടു നോക്ക് മനുഷ്യൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന്, മനസ്സിലായ? കണ്ടു നോക്ക്, അപ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ റേഞ്ച് എന്തിനാണെന്ന്. 74-കാരൻ്റെ അഴിഞ്ഞാട്ടം, നല്ലൊരു അനുഭവം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹാങ് എപ്പോഴും മാറുന്നില്ല. ഓക്കെ, കൂടുതൽ ഞാൻ പറയുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ പറയുന്നത് മൊത്തം എൻ്റെ അഭിപ്രായമാണ്.